അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുകാർ ഏറെക്കാലം ആഗ്രഹിച്ച, ഏറെക്കാലം കൊതിച്ച അള്ളാഹുവിന്റെ ഭവനം ഇന്നിവിടെ സമർപ്പിതമാവുകയാണ്. അല്ലാഹു തആല ഈ പള്ളിക്ക് വേണ്ടി സഹകരിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക്, വിദേശികൾക്ക്, സ്വദേശികൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മഹത്തായ ഈ ഭവനം അത് എന്നെന്നും ഖിയാമത്ത് നാൾ വരെ നിലനിന്ന് അത് എന്നും ഹയാത്തായി കൊണ്ടേയിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അന്നത്തെ മസ്ജിദുൻ നബവി, അന്നത്തെ തങ്ങളുടെ പള്ളി കേവലം നിസ്കാരത്തിന് മാത്രമായിരുന്നില്ല. ആ പള്ളി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ചിരുന്നത്. ആ പള്ളിയും പരിസരവും ആ നാട്ടിലെ മദീനത്തെ എല്ലാവരുടെയും ആശാ കേന്ദ്രമായിരുന്നു. അന്നത്തെ കോടതി പള്ളിയായിരുന്നു. അന്നത്തെ എഡ്യൂക്കേഷണൽ ഹബ്ബായി, വിദ്യാഭ്യാസ കേന്ദ്രമായി, അതുപോലെ തന്നെ എല്ലാ പരിഹാരത്തിനും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തങ്ങളുടെ പള്ളിയായിരുന്നു. അത്തരത്തിൽ ഈ പള്ളിയും നമുക്ക് വിദ്യാഭ്യാസ കേന്ദ്രമാക്കി, എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി, എല്ലാ ആളുകളെയും പരിശുദ്ധമാക്കപ്പെട്ട ഈ അള്ളാഹുവിന്റെ ഭവനത്തിലൂടെ ബിദ്അത്ത്, ഫിസ്ഖ് എന്നീ രണ്ടും നമുക്ക് ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ നമ്മുടെ ഈ പള്ളിയെ അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ഇന്നത്തെ നമുക്ക് അറിയാം, പരിശുദ്ധമാക്കപ്പെട്ട പള്ളി നിർമ്മിച്ചാൽ നിങ്ങളൊക്കെ പള്ളിക്ക് വേണ്ടി നന്നായി സഹായിച്ചവരും സഹകരിച്ചവരുമാണ്. പള്ളിയിലേക്ക് സഹകരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഓഫറുകളാണ്. ഒന്നാമത് നാം ഒക്കെ ആഗ്രഹിക്കുന്ന സ്വർഗപ്രവേശനമാണ്. രണ്ടാമത് സ്വർഗീയ ഭവനമാണ്. മൂന്നാമത് നമ്മുടെ ഹുസ്നുൽ ഖാത്തിമയാണ്. നേരത്തെ ഉസ്താദ് അവറുകൾ പറയുകയുണ്ടായി, നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിച്ചാൽ അതേ സ്വർഗത്തിൽ അള്ളാഹു അവനിക്ക് ഭവനം നിർമ്മിക്കുന്നതാണ്. ആദ്യത്തിൽ സ്വർഗീയ ഭവനം നമുക്ക് ലഭിക്കുകയാണ്. ഒരു പള്ളി പൂർണ്ണമായും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കണമെന്നില്ല. എന്നിരുന്നാലും ആ പള്ളിയിൽ നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം നമുക്ക് നൽകാൻ സാധിക്കും. ആ സ്വതക്ക ചെയ്താൽ തന്നെ ഈ സ്വർഗീയ ഭവനം ലഭിക്കാൻ ആ സ്വതക്ക കാരണമാകുമെന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമതായി പറയുന്നതാണ്, അതെ, സ്വർഗപ്രവേശനം. സ്വർഗീയ ഭവനം കിട്ടണമെങ്കിൽ ആദ്യം സ്വർഗത്തിൽ കടക്കൽ നിർബന്ധമാണ്. സ്വർഗത്തിൽ കടക്കുമ്പോഴാണ്, പ്രവേശിച്ചതിന് ശേഷമാണ് സ്വർഗീയ ഭവനം അല്ലാഹു നമുക്ക് നൽകുന്നത്. അതെ, സ്വർഗത്തിൽ കയറാൻ, സ്വർഗപ്രവേശനത്തിന് ഏറ്റവും നല്ല ഒരു പരിഹാരമാണ്, ഏറ്റവും നല്ല സൽക്കർമ്മമാണ് ഈ പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ നാം എന്തെങ്കിലും സ്വതക്ക നൽകുക എന്നുള്ളത്. മൂന്നാമതായി, ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നിർബന്ധമാണ് ഈമാൻ പരിപൂർണമാകണം. ആ ഈമാൻ പരിപൂർണമാകാൻ, ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് പള്ളിയിലേക്ക് നമുക്ക് കഴിയുന്ന ഒരു സ്വതക്ക നൽകുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട് ഈ പ്രദേശത്തുകാരെ കാണാൻ സാധിച്ചതിൽ. നിങ്ങളൊക്കെ ഇന്ന് ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദ് അവറുകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരായിരുന്നു, കാത്തിരിക്കുന്നവരായിരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് റോഡിന്റെ ഒരു തല മുതൽ ഇതുവരെ ഉസ്താദ് അവറുകളുടെയും മറ്റു നേതൃത്വങ്ങളുടെയും ബാനറുകളും ബോർഡുകളും കാണാൻ ഇടയായി. പ്രത്യേകിച്ച് തങ്ങൾ ഉസ്താദ് പ്രത്യേകം നിങ്ങളോട് വിവരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് അവറുകൾക്ക് ബഹ്റൈനിലേക്ക് അവിടുത്തെ രാജാവിന്റെ പ്രത്യേക ക്ഷണിതാവായി ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ടായതുകൊണ്ട് ഉസ്താദ് അവറുകൾ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വല്ലാതെ ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സുൽത്താനുൽ ഉലമ കന്തബർ ഉസ്താദ് അവറുകൾ, അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ, അല്ലാഹു അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ സ്വീകരണവും നിങ്ങളുടെ ഈ സൽക്കാരവും സാദാത്തുക്കളെയും ഉലമാക്കളെയും വിളിച്ചുകൂട്ടി അല്ലാഹു തആല നമുക്ക് ഇതുപോലെ നാളെ
സ്വർഗത്തിലും അവന്റെ ജന്നാത്തുൻ നഈമിലും സദാത്തുക്കളോടൊപ്പം ആലിമീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.